മാങ്കൂട്ടത്തിലെ MLA പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയതിന്റെ വാട്സാപ്പ് ചാറ്റ് പുറത്ത്. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ല എന്നാണ് രാഹുൽ അതിജീവിതയോട് പറഞ്ഞത്. രാഹുലിന്റെ അറസ്റ്റ് വിവരം പ്രത്യേക അന്വേഷണ സംഘം സ്പീക്കറെ അറിയിച്ചു. രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും വൈകിട്ട് 3 മണിക്ക് കോടതി പരിഗണിക്കും. ആദ്യത്തെ ലൈംഗിക പീഡന പരാതി വന്നതിന് പിന്നാലെയായിരുന്നു വിദേശത്തായിരുന്നു 31 വയസ്സുകാരി രാഹുലുമായി ടെലഗ്രാമിലൂടെ ചാറ്റ് ചെയ്തത്. തനിക്കെതിരെ നിന്നവർക്കും അവരുടെ കുടുംബത്തിനുമെതിരെ അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് അതിജീവിതയോട് രാഹുൽ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നീ നന്നായി ജീവിക്കണം, പേടിപ്പിക്കാനും നോക്കണ്ട, കേസെടുത്താലും തനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, ഞാൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ല, നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി അതിജീവിതയുടെ വീട്ടിലേക്ക് വരുമെന്നും രാഹുലിന്റെ ഭീഷണി സന്ദേശത്തിലുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ട് സൂപ്പർ ഹീറോ ആവേണ്ടെന്ന് യുവതി രാഹുലിനും മറുപടി നൽകുന്നുണ്ട്. താഴാവുന്നതിന്റെ അത്രയും താഴ്ന്നു, ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ടെന്നും രാഹുലിനോട് യുവതി പറഞ്ഞു. യുവതിയും രാഹുലും തമ്മിലുള്ള ചാറ്റ് ഉൾപ്പെടെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ തെളിവുകൾ രാഹുലിന്റെ ജാമ്യം തടയുന്നതിന് പ്രധാന തെളിവായി മാറുകയും ചെയ്യും. അതേസമയം ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ. അതിജീവിതയുടെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി എടുക്കാനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ജയിലിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ രാഹുൽ വിസമ്മതിച്ചു. രാഹുലിനെ കൊട്ടാരക്കരയിലെ ജയിലിൽ നിന്ന് മാറ്റാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ജയിലിൽ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ രാഹുലിനെ കൊട്ടാരക്കര ജയിലിൽ നിർത്തുന്നതിൽ അസൗകര്യമുണ്ടെന്നാണ് ജയിൽ അധികൃതരുടെ നിലപാട്. ജയിൽ മാറ്റത്തിനായി അനുമതി തേടേണ്ടതില്ല എന്നാണ് രാഹുലിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.